ഹലോ ഡിയേഴ്സ്, സ്ക്വയേഴ്സുമായി ബന്ധപ്പെട്ട് NMMS ചോദിക്കുന്ന 4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ NMMS നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 48,000 രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള സൈലത്തിന്റെ ബാച്ച് ആണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ 1 രൂപ പോലും ഫീസ് നൽകേണ്ടതില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ആപ്പിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്കിതാ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 308025, അതായത് 3,08,025 and 3,09,136 are the squares of two consecutive natural numbers. അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ വർഗമാണ് തന്നിട്ടുള്ളത്. 3,08,025 3,09,136. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത സംഖ്യയുടെ വർഗം എന്താണ്, അടുത്ത നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇത് അവസാനിക്കുന്നത് നോക്കടാ 25, അല്ലെങ്കിൽ ഇത് അവസാനിക്കുന്നത് 5-ലാണ്. ശരിയല്ലേ? 5-ൽ അവസാനിക്കുന്ന സ്ക്വയർ ഉള്ളത് 5-ൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ്. ഒരു നമ്പർ 5-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ സ്ക്വയർ അവസാനിക്കുക 5-ലായിരിക്കും. അതുപോലെ ഒരു നമ്പർ 5 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 6 അല്ലെ? 6-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ എല്ലാം സ്ക്വയർ അവസാനിക്കുക എത്രയിലാണ്? 6-ലാണ്. അതായത് 16ന്റെ സ്ക്വയർ നിങ്ങൾ നോക്കിയാൽ 256 അവസാനിക്കുന്നത് 6-ലാണ്. ഓക്കെ, ഇതുപോലെ 6-ൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെ 6ന്റെ സ്ക്വയർ 36 അവസാനിക്കുന്ന 6-ലാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 7-ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. 7-ൽ അവസാനിക്കുന്ന നമ്പറുകളുടെ എല്ലാം സ്ക്വയർ അവസാനിക്കുക 9-ലാണ്. 9-ൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഏതാ? ഈ കൂട്ടത്തിൽ 9-ൽ അവസാനിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 254,800 must be multiplied or divided to get a perfect square? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, 2,54,800-നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്താലാണ് ഒരു പൂർണ്ണവർഗം കിട്ടുക എന്നതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ 2 സീറോസ് ഉണ്ട്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ അവസാനിക്കുന്നത് 0-ലാണെങ്കിൽ അവിടെയുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും. ഇവിടെ 2 0 ഉണ്ട്. ഇനി അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സമയം കളയണ്ട, ബാക്കിയുള്ള നോക്കാം. നോക്കിക്കേ, 2 5 4 8. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാ. ശ്രദ്ധിച്ചോ, എങ്ങനെയാ ചെയ്യാതാ? ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 50-ൽ 5-ൽ 2 പ്രാവശ്യം, 14-ൽ 7 പ്രാവശ്യം, 1274. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12-ൽ 6 തവണ, 7-ൽ 3 തവണ, 14-ൽ 7 തവണ. സെറ്റ് അല്ലേ? 637. 637 എന്ന് പറയുന്നത് 7-ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് 3 കൊണ്ടൊന്നും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കിട്ടും 63-ൽ 9 പ്രാവശ്യം, 7-ൽ 1 പ്രാവശ്യം, 91. വീണ്ടും നിങ്ങൾക്ക് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 91-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള 13 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ് അല്ലെ? ഈ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ 13 ആണ്. അതാണ് നമ്മളുടെ ആൻസർ. കൂട്ടത്തിൽ ഒറ്റയ്ക്കുള്ള നമ്പർ ആരാണോ അതാണ് ആൻസർ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള നമ്പേഴ്സ് നോക്കുക, ആ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നമ്പർ ഉണ്ടാകും. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25 1/2 സ്ക്വയർ. ഒരു നമ്പറിന്റെ കൂടെ 1/2 കാണുകയാണെങ്കിൽ അതിന്റെ സ്ക്വയർ നിങ്ങളോട് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് കാണാനുള്ള ട്രിക്ക് പിടിച്ചോ. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 25-ന്റെ സ്ക്വയറിനോട് 25 കൂട്ടുക. ഓക്കെ, 25-ന്റെ സ്ക്വയറിനോട് ഏത് നമ്പറാണ് കൂട്ടേണ്ടത്? 25 കൂട്ടുക. എന്നിട്ട് 1/2-ന്റെ സ്ക്വയർ എത്രയാ? 1/2-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1-ന്റെ സ്ക്വയർ 1, 2-ന്റെ സ്ക്വയർ 4. 25-ന്റെ സ്ക്വയർ 625, അതിനോട് 25 കൂട്ടുക പ്ലസ് 1/4. ആൻസർ 650 1/4. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒറ്റ കാര്യം കൂടിയുണ്ട്, ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ തരും, അതിന്റെ ആൻസറും കമന്റ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. x + 1/x മക്കൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും x² + 1/x².
കാണാനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഓക്കെ, എക്സ് പ്ലസ് 1/x എത്രയാ മക്കളെ? എക്സ് പ്ലസ് 1/x 3 നിങ്ങൾക്ക് കാണേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ട്രിക്ക്, ഈ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്ന് 2 കുറയ്ക്കുക, ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. NMMS ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കാണാനുള്ള ട്രിക്ക് ആണ് കേട്ടോ. നോക്കിക്കോ, എക്സ് പ്ലസ് 1/x 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ 9, 9ൽ നിന്ന് 2 കുറച്ചാൽ ആൻസർ കിട്ടും 7. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് മക്കൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 5. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എക്സ് സ്ക്വയർ പ്ലസ് 1/x²? ഈ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് മക്കൾ എന്താക്കുക? കമന്റ് ചെയ്യുക. നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. വീണ്ടും കാണാം. ബൈ ബൈ.